GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടാട്ടുപാറയ്ക്ക് സമീപം വനത്തിലെ കുഴിയിൽ കാട്ടാനയും കുഞ്ഞും വീണു. ആനകൾക്ക് അപകടമുണ്ടാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച വാരിക്കുഴി. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനകളെ പുറത്തെത്തിച്ചു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തു. 150 യൂണിറ്റിൽ താഴെ കാര്യമായ വർധനയുണ്ടാവില്ല. ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തും. കോളേജ് ബസ്സുകളിൽ പരിധിയിൽ കവിഞ്ഞ് വിദ്യാർത്ഥികളെ കയറ്റുന്നുവെന്ന പരാതി. കോതമംഗലത്ത് ബസ്സുകൾ തടഞ്ഞിട്ടു. 4 ബസ്സുകൾക്കെതിരെ പോലീസ് കേസെടുത്തു. വാർത്തകൾ വിശദമായി. വടാട്ടുപാറയ്ക്ക് സമീപം വനത്തിലെ കുഴിയിൽ കാട്ടാനയും കുഞ്ഞും വീണു. പിടിയാനയ്ക്കൊപ്പം 1.5 വയസ്സുള്ള കുട്ടിയാനയുമാണ് കുഴിയിലകപ്പെട്ടത്. പഴയ വാരിക്കുഴികളാണ് കാട്ടാനകളെ അപകടത്തിൽപ്പെടുത്തിയത്. വടാട്ടുപാറ പലവൻപുഴയുടെ മറുകരയിലെ ഈറ്റക്കാട്ടിലെ കുഴിയിലാണ് പിടിയാനയും കുഞ്ഞും അകപ്പെട്ടത്. രാവിലെ ഈറ്റവെട്ട് തൊഴിലാളികളാണ് ഇവയെ കണ്ടത്. പിന്നീട് നാട്ടുകാരെയും വനംവകുപ്പ് അധികൃതരെയും വിവരമറിയിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആനപിടുത്തമുണ്ടായിരുന്ന കാലത്ത് നിർമ്മിച്ച വാരിക്കുഴിയിലാണ് അമ്മയാനയും കുട്ടിയാനയും അകപ്പെട്ടത്. പുഴയിൽ വെള്ളം കുടിക്കാനെത്തിയ ആനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നവയാണ് ഇവയെന്ന് കരുതുന്നു. കുഴിയിലകപ്പെട്ട കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തള്ളയാനയും വീണുപോയതാകണമെന്ന് സംശയിക്കുന്നുണ്ട്. മറ്റ് ആനകൾ ചേർന്ന് ഇവയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങൾ കുഴിയുടെ പരിസരങ്ങളിൽ കാണപ്പെട്ടു. രക്ഷാശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് പിൻവാങ്ങിയ കാട്ടാനക്കൂട്ടം ഏറെ അകലെയല്ലാതെ നിലയുറപ്പിച്ചിരുന്നു. സ്റ്റാഫിന് ഈറ്റുവെട്ടുകാരാണ് ഇങ്ങനെ അടുത്തുള്ള ഒരു കുഴിയിൽ പൂങ്കുട്ടി തോടിൻ്റെ സൈഡിലുള്ള കുഴിയിൽ ഒരാനയും കുട്ടിയും നടക്കുന്നുണ്ടെന്ന് അറിയിച്ചത്. പിന്നെ നമ്മുടെ സ്റ്റാഫ് കുഴിയുടെ സ്റ്റാഫ് പിന്നെ തുണ്ടത്തിൻ്റെ ഭയങ്കര സ്റ്റാഫ് നോക്കി എന്നിട്ട് എനിക്ക് വിവരം കഴിയുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. കുഴിയിലെ ചെളിയിൽ കാലുകൾ പൊതിഞ്ഞ് ശരിയായ വിധത്തിൽ നടക്കാൻ പോലും ആവാത്ത നിലയിലാണ് ആനകളെ കണ്ടത്. വിവരമറിഞ്ഞെത്തിയവർ നൽകിയ ഈറ്റയാലകൾ തിന്ന് തള്ളയാന വിശപ്പടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വനത്തിലെ വാരിക്കുഴികൾ കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാണ്. ഇതിനു മുമ്പും ഈ കുഴികളിൽ ആനകൾ വീണിട്ടുണ്ട്. വാരിക്കുഴികൾ മൂടുന്നതിന് വനംവകുപ്പ് വീഴ്ച വരുത്തിയതാണ് ആനകൾക്ക് ഭീഷണിയാകുന്നത്. ആ സൈഡിൽ മാത്രം കേട്ടോ. അപ്പോൾ ആന അടിക്കും. എവിടെയാ വൈരാഗ്യം പോകാനാ? വായിക്കോളം ചെയ്താണോ? വടാട്ടുപാറയ്ക്ക് സമീപം വാരിക്കുഴിയിൽ വീണ കാട്ടാനയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി. വനം വകുപ്പ് DFOയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ആനകളെ കുഴിക്ക് പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. വൈകുന്നേരം 6:30യോടെയാണ് കാട്ടാനകളെ കുഴിക്ക് പുറത്തെത്തിച്ചത്. DFOയുടെ നേതൃത്വത്തിൽ 4 മണി മുതൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. കുഴിയുടെ വശങ്ങൾ ഇടിച്ച് വഴിയുണ്ടാക്കിയാണ് ആനകൾക്ക് പുറത്തുവരാൻ സൗകര്യമൊരുക്കിയത്. ആദ്യം കുട്ടിയാനയാണ് രക്ഷപ്പെട്ടത്. പിന്നാലെ തള്ളയാനയും കുഴിക്ക് പുറത്തെത്തി.
പടകത്തിന്റെ ആൾക്കാരെ നിൽക്കില്ല. നിന്നെ വിറക്കുന്നുണ്ട്. നീ വിറക്കണ്ട. അവിടെ ഒരു പന്തം വെച്ചു. കത്തിക്കല്ല 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 കത്തിക്കല്ല. കുഴിയിൽ നിന്നും രക്ഷപ്പെട്ട തള്ളയാന രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് നേരെ പാഞ്ഞെടുത്തത് പരിഭ്രാന്തി പടർത്തി. ആളുകൾ നാലുപാടും ചിതറിയോടി. ചിലർ തൊട്ടടുത്ത പുഴയിലും വീണു. വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും മാധ്യമപ്രവർത്തകരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. തള്ളയാനയും കുഞ്ഞും പിന്നീട് വനത്തിലേക്ക് നടന്നു മറിഞ്ഞു. ആനകൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഒപ്പമുണ്ടായിരുന്ന DFOയും മൃഗഡോക്ടറും അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. ചെറുകിട ഉപഭോക്താക്കൾക്ക് കാര്യമായ വർധനവില്ല. 150 യൂണിറ്റ് വരെ നാമമാത്രമായ വർധനവാണ് വരുത്തുന്നത്. 150നും 500നും ഇടയിൽ ഓരോ യൂണിറ്റിനും 30% നിരക്കും വർദ്ധിക്കും. വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്കും വലിയ നിരക്ക് വർധനവില്ല. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്താൻ തീരുമാനമുണ്ട്. 20 രൂപ വീതമാകും ഫിക്സഡ് ചാർജ്. വൈദ്യുതി ഉപഭോഗം കൂടുതലുള്ള സമയങ്ങളിൽ കൂടുതൽ നിരക്ക് ഈടാക്കാനും ആലോചനയുണ്ട്. ഇതിനായി വീടുകളിൽ പ്രത്യേക മീറ്ററും സ്ഥാപിക്കും. 10 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. കോളേജ് ബസ്സിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നത് തടഞ്ഞു. നെല്ലിക്കുഴിയിലെ കോളേജിന്റെ ബസ്സുകളാണ് കോതമംഗലം ടൗണിൽ തടഞ്ഞിട്ടത്. ഈ ബസ്സുകളിൽ പരിധിയിൽ കവിഞ്ഞ എണ്ണം വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ചവിട്ടുപടിയിൽ നിന്നുവരെ വിദ്യാർത്ഥികൾ യാത്ര ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് രാവിലെ ബസ്സുകൾ തടഞ്ഞത്. പിന്നീട് പോലീസും സ്ഥലത്തെത്തി. അധികമുള്ള വിദ്യാർത്ഥികളെ മറ്റു ബസ്സുകളിലേക്ക് മാറ്റിയാണ് പ്രശ്നം പരിഹരിച്ചത്. ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. കുട്ടികളെ ഡ്രൈവറെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബസ്സുകളും പോലീസ് പരിശോധിച്ചിരുന്നു. ഏതാനും ബസ്സുകളിൽ പരിധിയിൽ കവിഞ്ഞ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നതായി കണ്ടെത്തി. ഈ ബസ്സുകളിലെ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് SI TD സുനിൽകുമാർ അറിയിച്ചു. നേരിമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് AIYF പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തി. നേരിമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ശോച്യാവസ്ഥയ്ക്കെതിരെ AIYF പഞ്ചായത്ത് കമ്മിറ്റിയാണ് മാർച്ചും ധർണയും നടത്തിയത്. ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക, കിടത്തി ചികിത്സ ആരംഭിക്കുക, ഗ്രാമീണ ആശുപത്രികൾ പാട്ടത്തിന് കൊടുക്കുന്നതിനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ധർണയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് TM ഹാരിസ് നിർവഹിച്ചു. താഴെത്തട്ടായ ഏറ്റവും കൂടുതൽ ജാഗരൂകരായിരിക്കേണ്ട പബ്ലിക് ഹെൽത്ത് സെന്ററുകളിൽ ഇന്ന് ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ലഭിക്കാൻ കഴിയാത്ത തരത്തിൽ ഇന്ന് ഇവിടെ ഒരു കുത്തും സംഭവിക്കുന്നില്ല എന്നുള്ള തരത്തിൽ ഇന്ന് പബ്ലിക് ഹെൽത്ത് സെന്ററുകൾ മാറിയിരിക്കുകയാണ്. ആർജവമുള്ള യുവജന സംഘടനകൾ പ്രതികരിക്കുന്നു. AIYF അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിനെതിരെ സമരത്തിലാണ്. എന്ന താലൂക്ക് ആശുപത്രികളുടെ സ്ഥിതി കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് വളരെ മാതൃകാപരമായ ഒരു നയം ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയല്ലോ. ഇവിടെ സ്പെഷ്യാലിറ്റി കേഡറുകൾ കൊണ്ടുവന്നു ഡോക്ടർമാർക്ക്. ഇവിടെ പേരെടുക്കുന്ന ഡോക്ടർ മയക്കുവെടി വെക്കേണ്ട ഡോക്ടറല്ല എന്ന് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നൌഷാദ് ഉപ്പുകുളം, AR വിനയൻ, MP രാജേഷ്, PM അനസ്, PM ശിവൻ, മാത്യു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. റബ്ബർ കമ്പനിയുടെ ലൈസൻസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തുടർച്ചയായ 2ാം ദിവസവും തൊഴിലാളികൾ മുനിസിപ്പൽ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. മാതിരപ്പള്ളിയിലെ പാലപ്പള്ളിയിൽ റബ്ബർ കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കിയ മുനിസിപ്പാലിറ്റിയുടെ നടപടിക്കെതിരെ തൊഴിലാളികൾ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ചാണ് ധർണ നടത്തിയത്. INTUC, BMS യൂണിയനുകൾ സംയുക്തമായാണ് സമരം സംഘടിപ്പിച്ചത്. ധർണയുടെ ഉദ്ഘാടനം INTUC ജില്ലാ സെക്രട്ടറി ബേബി കളരിക്കൽ നിർവഹിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ നടപടിയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു. അവിടെ അവിടെ വിശ്രമിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ പോകുമെന്നുള്ള ആ പരമമായ സത്യം നിങ്ങളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ശരിയുടെ പാതയിലേക്ക് ഇറങ്ങി വരണം. ഈ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് PR ഉണ്ണികൃഷ്ണൻ,
MM രമേശ്, KV മധുകുമാർ, ശശി കുഞ്ഞുമോൻ, വിനോദ് നാരായണൻ, TN സന്തോഷ്, AS ചക്രൻ, EK ചന്ദ്രൻ, PV എലിയാസ് എന്നിവർ പ്രസംഗിച്ചു. ക്യാപ്റ്റൻ ലക്ഷ്മി ഭായിയുടെ നിര്യാണത്തിൽ കോതമംഗലത്ത് ചേർന്ന യോഗം അനുശോചിച്ചു. ബോധയുടെ ആഭിമുഖ്യത്തിലാണ് യോഗം നടന്നത്. KG രാഘവൻ അധ്യക്ഷത വഹിച്ചു. PN ശിവശങ്കരൻ, ജോർജ് മാത്യു, TK ജോസഫ്, KG ചന്ദ്രശേഖരൻ, PM വർഗീസ്, KO കുര്യാക്കോസ്, CP മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്യാപ്റ്റൻ ലക്ഷ്മി രാജ്യത്തിന് നൽകിയ സംഭാവനകൾ യോഗം അനുസ്മരിച്ചു. രാഷ്ട്രീയ രംഗത്തൊന്നും ഇല്ലാതെ അവരുടെ തൊഴില് ഡോക്ടർ എന്ന നിലയിൽ കാൺപൂരിൽ വളരെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ വീട്ടിൽ ചെന്നുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. 97 വയസ്സ് വരെ ഈ മരിക്കുന്നതിന് 1-2 മാസം മുമ്പ് വരെ വളരെ സജീവമായിട്ട് അവരുടെ ക്ലിനിക്കിൽ അവർ ഉണ്ടായിരുന്നു. ആളുകൾക്ക് സൗജന്യമായിട്ട് ചികിത്സ നടത്തിക്കൊടുത്തിരുന്നു. പാവപ്പെട്ട തൊഴിലാളികളുടെ വീടുകളിൽ പോയി അവർക്ക് ആവശ്യമായ ആരോഗ്യ നിർദ്ദേശങ്ങളും മരുന്നുകളും എല്ലാം നൽകി അവരെ സ്നേഹിക്കുകയും. കരകൗശല വിദഗ്ധരുടെ മക്കൾക്ക് കേന്ദ്ര കരകൗശല മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. കോതമംഗലം ലിസിന്ത്യയുടെ നേതൃത്വത്തിൽ മന്ത്രാലയത്തിന്റെ പദ്ധതിയിൽ അംഗമാക്കിയ കുട്ടമ്പുഴ വടാട്ടുപാറ മേഖലയിലെ 150 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം KSFE ചെയർമാൻ PT ജോസ് നിർവഹിച്ചു. സർക്കാർ പ്രഖ്യാപിക്കുന്ന സഹായങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് PT ജോസ് ചൂണ്ടിക്കാട്ടി. ഗവൺമെന്റ് എന്തെല്ലാം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്, ഗവൺമെന്റ് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കി അത് നേടിയെടുക്കാൻ കഴിവില്ലാത്തവരാണ് സമൂഹത്തിലെ ദുർബലരായ പാവപ്പെട്ട താഴെത്തട്ടിൽ ജീവിക്കുന്ന ആളുകൾ. അവരെ അത് ബോധ്യപ്പെടുത്തുകയും അവരെ അർഹരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമൂഹത്തിൽ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും വ്യക്തികളും ജനപ്രതിനിധികളും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ധാരാളം ജനപ്രതിനിധികളുണ്ട്, സംഘടനയുടെ നേതാക്കളുണ്ട്. അവരൊക്കെ അത് മനസ്സിലാക്കി അനുഭവിക്കേണ്ട ആളുകളിൽ അത് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു പ്രക്രിയയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ലിസിന്ത്യ വളരെ കാലമായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ലിസിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് അരഞ്ഞാണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ലിസി ജോസ്, ഷവലിയ ഷിബു തെക്കുംപുറം, NC ചെറിയാൻ, PM സിദ്ദിഖ്, പ്രൊഫസർ PV ജെയിംസ്, അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ, KP കുര്യാക്കോസ്, റോയിസ് കറിയ, സാൻജോ ടോം ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഹൃദയവാൽവിന്റെ തകരാർ പരിഹരിക്കുന്നതിനുള്ള ഓപ്പറേഷനായി പിഞ്ചുബാലന് വേണ്ടി ചികിത്സാ സഹായം തേടുന്നു. പുളിന്താനം പുത്തൻപുരയ്ക്കൽ ഷിജുവിന്റെ മകൻ 8 വയസ്സുള്ള അക്ഷയ് ഷിജുവിന്റെ ചികിത്സയ്ക്കായാണ് സഹായധനം സ്വരൂപിക്കുന്നത്. അടുത്ത മാസം 16-ന് തിരുവനന്തപുരം ശ്രീചിത്രയിൽ വച്ചാണ് ഓപ്പറേഷൻ നടത്തേണ്ടത്. വലിയ ചിലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് കനിവുള്ളവരുടെ സഹായം അക്ഷയ് ഷിജുവിന് ആവശ്യമാണ്. സഹായം സ്വരൂപിക്കുന്നതിനായി ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് MM മത്തായി ചെയർമാനും ജെയിംസ് കാവുമാലി കൺവീനറുമായി ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോത്താനിക്കാട് ശാഖയിൽ പ്രത്യേക അക്കൗണ്ടും തുറന്നു. സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കവളങ്ങാട് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നേര്യമംഗലം മേഖലയിലെ അംഗൻവാടികളിൽ കുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. 5 വാർഡുകളിലെ അംഗൻവാടികൾക്കാണ് പ്രയോജനം ലഭിച്ചത്. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PSA കബീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ ലിസി യാക്കോബ് അധ്യക്ഷത വഹിച്ചു. സജിത രാജേന്ദ്രൻ, ജിനി പൗലോസ്, VS ദാസൻ, PK രാധിക, KK മേരി, KS ശൈലജ, ഡെയ്സി ജോസഫ്, റെനി ജോസഫ്, MV യാക്കോബ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വടാട്ടുപാറയ്ക്ക് സമീപം വനത്തിലെ കുഴിയിൽ കാട്ടാനയും കുഞ്ഞും വീണു. ആനകൾക്ക് അപകടമുണ്ടാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച വാരിക്കുഴി. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനകളെ പുറത്തെത്തിച്ചു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തു. 150 യൂണിറ്റിൽ താഴെ കാര്യമായ വർധനയുണ്ടാവില്ല. ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തും. കോളേജ് ബസ്സുകളിൽ പരിധിയിൽ കവിഞ്ഞ് വിദ്യാർത്ഥികളെ കയറ്റുന്നുവെന്ന പരാതി. കോതമംഗലത്ത് ബസ്സുകൾ തടഞ്ഞിട്ടു. 4 ബസ്സുകൾക്കെതിരെ പോലീസ് കേസെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.